ഹലോ, ഇന്ന് റെഡിമെയ്ഡ് ചുരിദാർ കട്ട് നൈറ്റി എങ്ങനെയാണ് വെട്ടുന്നതെന്ന് നോക്കാം. ആദ്യം തുണി 4 മടക്കി, എല്ലാവർക്കും അറിയുന്നതാണ്, എങ്കിലും അറിയാത്തവരുണ്ടാവുമല്ലോ. അതിനുശേഷം നീളത്തിലാണ് പിരിച്ചിട്ട് ഇതിൻ്റെ ഫോൾഡിങ് ഭാഗം നമ്മുടെ എതിർവശത്തേക്ക് വെക്കുക. അതിനുശേഷം ഷോൾഡർ 7.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഷോൾഡർ കഴിഞ്ഞ് ബാക്കി വരുന്ന ഭാഗമാണ് നമ്മൾ സ്ലീവിന് എടുക്കുന്നത്. അപ്പോൾ ബാക്കി ഒരു 9 ഇഞ്ച് നീളം വരും. 9 ഇഞ്ച് നീളത്തിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് താഴേട്ട് 15 ഇഞ്ച് വണ്ണം എടുത്ത് 3.5 ഇഞ്ച് ഷേപ്പ് ചെയ്യാൻ അടയാളപ്പെടുത്തുക. ഇതിൻ്റെ മുൻകൈ വണ്ണം നമ്മൾ ഷോൾഡർ എത്രയാണോ അത്രയും തന്നെയാണ് നമ്മൾ മുൻകൈ വണ്ണം എടുക്കുന്നത്, 7 ഇഞ്ച്. അത് എൻ്റെ സ്ലീവിനെ ഷേപ്പ് ചെയ്ത് വെക്കുക. ആദ്യം ഞാൻ ഈ സ്ലീവാണ് ഷേപ്പ് ചെയ്യുന്നത്, അതിനുശേഷമാണ് ബാക്കി ചെസ്റ്റ് എല്ലാം ചെയ്യുന്നത്. എൻ്റെ ചെസ്റ്റ് 24 ആണ്, എക്സൽ സൈസാണ് ഇത് വെട്ടുന്നത്. അപ്പോൾ 24-ന് കൂടി ഒരു 1/2 ഇഞ്ച് ലൂസും കൂടി കൂട്ടിയെടുക്കണം. അതുപോലെ തന്നെ എൻ്റെ വേസ്റ്റും ഇപ്പോൾ എല്ലാം അതിൻ്റേതായ അളവിൽ 1/2 ഇഞ്ച് ലൂസ് കൂടി എടുത്ത് ഷേപ്പ് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഷേപ്പിലങ്ങ് വെട്ടുക. ഇതിൻ്റെ കഴുത്തിൻ്റെ അകലം ഞങ്ങൾ എടുത്തേക്കുന്നത് 2.5 ഇഞ്ചാണ്. 2.5 ഇഞ്ചും താഴെ ഭാഗം കഴുത്തിൻ്റെ ഇറക്കം 6 ഇഞ്ച് അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. ഒന്ന് വെട്ടിയതിനു ശേഷം ഈ സൈഡ് ഭാഗം വരുന്നതാണ് ഞങ്ങൾ ഈ കഴുത്തിനും പടിക്കും വെക്കാനും ഒക്കെ എടുക്കുന്നത്. ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 56 ഇഞ്ച് നീളത്തിലാണ് വെക്കുന്നത്. ഇനി അഥവാ സ്ലീവിന് ലെങ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് വരുന്ന ഭാഗം എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ വെക്കാം. സ്ലീവിന് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കം കുറച്ചുകൂടി കൂടും. ഇത് 4 ഒരുമിച്ചിട്ടാണ് വെട്ടിയത്. അതിൽ 3 മാത്രമേ ഞാൻ തയ്ച്ചുള്ളൂ. ബാക്കി ഒരെണ്ണം തയ്ക്കാനുള്ള കളറ് നൂല് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരെണ്ണം അവിടെ മാറ്റി വെച്ചു. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കി പറ കൊള്ളാവോ. ഞാൻ ഷോപ്പിലേക്ക് വേണ്ടി തയ്ക്കുന്നതാണ്. റെഡിമെയ്ഡ് നൈറ്റി എല്ലാം ഞാൻ ഇവിടെ തന്നെ തയ്ക്കുന്നതാണ് ചെയ്യുന്നത്. പുറത്തേക്കും തയ്ച്ച് കൊടുക്കും, എവിടെയും തയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, ബൈ.